നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേനം ആലുക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മേടഭരണി ആഘോഷം ഭക്തി നിർഭരം. നിരവധി ഭക്തരാണ് മേടഭരണി ആഘോഷത്തിൽ പങ്കെടുത്തത്. പള്ളിപ്പുറം പൈങ്കൽ ഭഗവതി ക്ഷേത്രത്തിൽ തട്ടകത്തമ്മ പൈങ്കൽ ഭഗവതിയുടെ പിറന്നാൾ സുദിനമായ ഭരണി മഹോത്സവം ഭക്തിസാന്ദ്രം. ഭക്തരുടെ വലിയ തിരക്കാണ് ഭരണി മഹോത്സവത്തിൽ അനുഭവപ്പെട്ടത്. സംഗീത തരംഗം 2026 ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടാൻ ഒരുങ്ങി യുവകലാകാരൻ മദൻ ഗോകുൽ. 10 മണിക്കൂറിനകം കരോക്കയിൽ 102 ഗാനാലാപനം എന്ന ഉദ്യമത്തിന് ഞായറാഴ്ച തൃശൂർ വേദിയാകും. വാർത്തകൾ വിശദമായി. ചേനം ആലുക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മേടഭരണി ആഘോഷം ഭക്തി നിർഭരം. നിരവധി ഭക്തരാണ് മേടഭരണി ആഘോഷത്തിൽ പങ്കെടുത്തത്. ശനിയാഴ്ച പുലർച്ചെ 5 മണിക്ക് ഗണപതി ഹവനം നടന്നു. 5:30 വിശേഷാൽ പൂജകൾക്കു ശേഷം നവകം, പഞ്ചഗവ്യം എന്നിവയും നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വിഷ്ണു ഭട്ടതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികനായി. രാവിലെ 9 മണി മുതൽ നടയിൽ പറന്നിറക്കൽ സമർപ്പണത്തിന് തുടക്കമായി. തുടർന്ന് രാവിലെ 10-ന് ശിവേലി എഴുന്നള്ളിപ്പ് നടന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് വടക്കുമുറി ആനപ്പന്തലിൽ നിന്ന് പൂരമെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. തൃക്കൂർ രാജന്മാരാർ നയിച്ച പഞ്ചവാദ്യം എഴുന്നള്ളിപ്പിന് അകമ്പടി തീർത്തു. വൈകിട്ട് 7-ന് പകൽപൂരം സമാപിച്ചു. ഞായറാഴ്ച ചുറ്റമ്പലത്തിനകത്ത് കേളി, പറ്റ്, തായമ്പക എന്നിവ അരങ്ങേറും. പുലർച്ചെ 4 മണിക്ക് പൂരം എഴുന്നള്ളിപ്പിന് തുടക്കമാകും. രാവിലെ 6:30 ഗുരുതി ചടങ്ങിന് ശേഷം 7 മണിയോടെ പൂരത്തിന് സമാപനമാകും. ഉച്ചയ്ക്കു ശേഷം കാർത്തിക വേലയും ആഘോഷിക്കും. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് പൂത്തേരി, സെക്രട്ടറി PK മോഹനൻ, ട്രഷറർ ബിജിലാൽ മാരാത്ത്, വൈസ് പ്രസിഡന്റ് അജയൻ പണിക്കശ്ശേരി, ജോയിന്റ് സെക്രട്ടറി സുരേഷ് പണിക്കശ്ശേരി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഈ മാസം 25-ന് ശനിയാഴ്ച നട തുറന്ന് പൂജയും രാവിലെ 9-ന് പൊങ്കാല സമർപ്പണവും നടക്കും. പള്ളിപ്പുറം പൈങ്കൽ ഭഗവതി ക്ഷേത്രത്തിൽ തട്ടകത്തമ്മ പൈങ്കൽ ഭഗവതിയുടെ പിറന്നാൾ സുദിനമായ ഭരണി മഹോത്സവം ഭക്തിസാന്ദ്രം. ഭക്തരുടെ വലിയ തിരക്കാണ് ഭരണി മഹോത്സവത്തിൽ അനുഭവപ്പെട്ടത്. ശനിയാഴ്ച രാവിലെ 5 മണിക്ക് ഗണപതി ഹോമം, ചതുശുദ്ധി, ധാര, പഞ്ചഗവ്യം, നവകം, എല്ലാ ഉപദേവതകൾക്കുമായി ഒറ്റക്കലശം, തന്ത്രിപൂജ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി വിഷ്ണു ഭട്ടതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികനായി. ഉച്ചയ്ക്ക് 7 ഗജവീരന്മാരുടെ അകമ്പടിയോടെ പകൽപൂരം നടന്നു. നല്ലേപ്പിള്ളി കുട്ടൻ നയിച്ച പഞ്ചവാദ്യവും പെരുവനം കുട്ടന്മാരാർ നയിച്ച പാണ്ഡിമേളവും പകൽപൂരത്തിന് നാദപ്രപഞ്ചം തീർത്തു. വൈകിട്ട് 6-ന് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം അത്താഴപൂജയും നടന്നു. രാത്രി 7-ന് വർണ്ണമഴയും നടന്നു. തുടർന്ന് ഗ്രാമപ്രദക്ഷിണത്തിനു ശേഷം തായമ്പകയും ഫ്ലൈയിംഗ് ബാൻഡിന്റെ വയലിൻ ഫ്യൂഷനും അരങ്ങേറി. രാത്രി 10:30 കളമെഴുത്തുപാട്ട്, നൃത്തം എന്നിവ നടന്നു. ഞായറാഴ്ച പുലർച്ചെ രാത്രി പൂരത്തിനു ശേഷം പഞ്ചവാദ്യവും തുടർന്ന് പഞ്ചാരിമേളവും അരങ്ങേറി. കാർത്തികവേലയുടെ ഭാഗമായി ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6:30 വരെ വിവിധ ഭക്തസംഘടനകൾ അവതരിപ്പിക്കുന്ന നാടൻ കലാപ്രകടനങ്ങൾ അരങ്ങേറും. പള്ളിപ്പുറം വിശ്വകർമ്മ സഭ ഐവറകളിയും, പള്ളിപ്പുറം മുള്ളക്കര ശാസ്താംകടവ് പുലയ മഹാസഭ കാളകളിയും, പള്ളിപ്പുറം മുള്ളക്കര ശാസ്താംകടവ് വട്ടേക്കാട്ടുമുറി പുലയ മഹാസഭ കുതിരകളിയും അവതരിപ്പിക്കും. ശാസ്താംകടവ് സംഭവ മഹാസഭയുടെ പൂതം കളിയും പള്ളിപ്പുറം മുള്ളക്കര ശാസ്താംകടവ് വേട്ടുവ സഭയുടെ മേളവും അരങ്ങേറും. വൈകിട്ട് 3-ന് നട തുറക്കൽ, നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, അത്താഴപൂജ എന്നിവ നടക്കും. വൈകിട്ട് 6:30 കോമര പ്രതിഷ്ഠയ്ക്ക് കലശപൂജ സമർപ്പിക്കും. വർണ്ണമഴ, ഗാനാഞ്ജലി എന്നിവയ്ക്ക് ശേഷം രാത്രി 10 മണി മുതൽ തന്ത്രിയുടെ നേതൃത്വത്തിൽ കീഴ്ക്കാവിൽ ഗുരുതിയും നടക്കും.
സംഗീത തരംഗം 2026 ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടാൻ ഒരുങ്ങി യുവകലാകാരൻ മദൻ ഗോകുൽ. 10 മണിക്കൂറിനകം കരോക്കെയിൽ 102 ഗാനാലാപനം എന്ന ഉദ്യമത്തിന് ഞായറാഴ്ച തൃശൂർ വേദിയാകും. കോടന്നൂർ ചിറ സ്വദേശിയായ കണിമംഗലത്ത് വീട്ടിൽ മദൻ ഗോകുലാണ് സംഗീത തരംഗമാകാൻ ഒരുങ്ങുന്നത്. മലയാളം, തമിഴ്, ഹിന്ദി എന്നീ ഭാഷകളിലായി 102 ഗാനങ്ങളാണ് മദൻ ഗോകുൽ കരോക്കെയിൽ ആലപിക്കുക. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ 7 മാസമായുള്ള പരിശീലനത്തിന് ഞായറാഴ്ച സമാപ്തി കുറിക്കും. ശാസ്ത്രീയമായ സംഗീതം അഭ്യസിക്കാത്ത കലാകാരൻ കൂടിയാണ് മദൻ ഗോകുൽ. കേട്ട ഗാനങ്ങൾ പലതവണയായി ആവർത്തിച്ചു പാടുന്നത് മാത്രമായിരുന്നു ഇതുവരെയുള്ള പരിശീലന മുറയെന്ന് മദൻ ഗോകുൽ പറയുന്നു. അപ്പോൾ ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതായത് ഏപ്രിൽ 19 തൃശ്ശൂർ കേരള സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു 10 മണിക്കൂർ സമയപരിധിക്കുള്ളിൽ ഒരു 101 പാട്ട് ഒറ്റയ്ക്ക് നിന്ന് പാടിയെത്തിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പ്രോഗ്രാം കാണാൻ വരണം. നല്ല രീതിയിൽ തന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഹിന്ദി, തമിഴ്, മലയാളം എന്നീ 3 ഭാഷകളിലുള്ള പാട്ടുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെലഡി സോങ്സ് ഉണ്ട്, മിഡ് ഫാസ്റ്റ് സോങ്സ് ഉണ്ട്, കുറച്ച് ഫാസ്റ്റ് സോങ്സുകളും ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഒരു ഗാനമേള സെറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് പാട്ടുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എങ്കിലും ഈ 101 പാട്ട് ഒറ്റയ്ക്ക് നിന്ന് പാടുന്നതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിലോട്ട് നമ്മൾ മെലഡിയിൽ പോയി പിന്നെ അങ്ങനെ അവസാനം കുറച്ച് ഫാസ്റ്റ് സോങ്സൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യാനുള്ള ഒരു ഉദ്ദേശമാണ്. ഇതിപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ 101 പാട്ട് പാടുകയാണ്. അപ്പോൾ ഒരു റെക്കോർഡിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെക്കുന്നുണ്ട്. ഇപ്പോൾ പ്രോഗ്രാം ഫുള്ളായിട്ട് നമ്മൾ ക്യാമറയിൽ ടൈമും ഡേറ്റും വെച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെക്കോർഡിന് പോണ വീഡിയോസൊക്കെ അങ്ങനെയാണ് പോകേണ്ടത്. എഡിറ്റിങ്ങും പാടില്ല, അതുപോലെ മിക്സിങ്ങോ കാര്യങ്ങളൊന്നും പാടില്ല. അപ്പോൾ ടൈമും ഡേറ്റ് ഇട്ട് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ഫുള്ളായിട്ട് റണ്ണിങ്ങിൽ നിർത്തി റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു പ്രോസസ്സൊക്കെ നമ്മൾ ചെയ്തു വെക്കുന്നുണ്ട്. ഇതിൻ്റെ കാര്യങ്ങൾ കുറച്ചധികം ഉണ്ട്. അപ്പോൾ എന്തായാലും റെക്കോർഡിങ് നമ്മൾ നാളത്തെ പരിപാടിയിൽ ചെയ്തു വെക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ അതിനുശേഷം നമ്മൾ റെക്കോർഡ്സിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് അത് ചെയ്യുന്നതായിരിക്കും. ഏറെ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ ഞായറാഴ്ച രാവിലെ 9 മണിക്ക് മദൻ ഗോകുൽ പുതിയ അംഗീകാര നേട്ടത്തിനായി തുടക്കം കുറിക്കും. കേരള സാഹിത്യ അക്കാദമിയിലെ MT ഓഡിറ്റോറിയത്തിലാണ് സംഗീത തരംഗം 2026 എന്ന പേരിലുള്ള ഗാനാലാപന യജ്ഞം നടക്കുക. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന പരിപാടി 10 മണിക്കൂർ പിന്നിട്ട് രാത്രി 7:30 സമാപിക്കും. 102 ഗാനങ്ങൾ ആലപിക്കുന്നതിൽ ഓരോ ഗാനങ്ങൾക്ക് ശേഷവും 15 സെക്കൻഡ് വീതം സമയമാണ് ഇടവേള ലഭിക്കുക. ഉച്ചയ്ക്ക് ഭക്ഷണത്തിനും വിശ്രമത്തിനുമായി ആവശ്യമെങ്കിൽ 15 മിനിറ്റ് സമയം പ്രയോജനപ്പെടുത്താം. പരിപാടിയുടെ ഓഡിയോ വീഡിയോ ദൃശ്യങ്ങൾ പൂർണ്ണമായും റെക്കോർഡ് ചെയ്തതിന്റെ എഡിറ്റ് ചെയ്യാത്ത ഭാഗം ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അധികൃതർക്ക് അയച്ചു കൊടുക്കും. ഇത് വിദഗ്ധ സമിതി പരിശോധിച്ചാകും അംഗീകാരം നൽകുക. 3 ഭാഷകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 102 ഗാനങ്ങളിൽ 1970 അടക്കമുള്ള ഗാനങ്ങളുമുണ്ട്. മയിൽപീലി എന്ന ഭക്തിഗാന സമാഹാരത്തിൽ യേശുദാസ് ആലപിച്ച നീ എന്നെ ഗായകനാക്കി ഗുരുവായൂരപ്പ എന്ന ഗാനമാണ് മദൻ ഗോകുൽ ആദ്യം ആലപിക്കുക. തുടർന്ന് സത്യനായക, മുക്തിദായക, അല്ലിയാമ്പൽ തുടങ്ങിയ ഗാനങ്ങളും. തമിഴ് സിനിമ അണ്ണാമലയിലെ വന്ദേണ്ട പാൽക്കാര എന്ന ഗാനം 100ാം ഗാനമായി ആലപിക്കും. തുടർന്ന് നരൻ സിനിമയിലെ വേൽമുരുക, തമിഴിലെ എങ്കേയും എപ്പോഴും, സംഗീതം സന്തോഷം എന്ന ഗാനങ്ങളിലൂടെ സംഗീത തരംഗം 2026 പൂർത്തിയാക്കും. ഭാര്യയായ രാജേശ്വരിക്കൊപ്പം മക്കളായ അഭിഷേകും ആരാധ്യയും നൽകുന്ന പ്രോത്സാഹനമാണ് വലിയ കൈമുതൽ. മകൻ അഭിഷേക് ചേർപ്പ് CNN സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയും മകൾ ആരാധ്യ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ്. 20 അംഗ കമ്മിറ്റിയാണ് സംഗീത തരംഗം 2026 ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടാൻ ഒരുങ്ങുന്ന മദൻ ഗോകുലിനായി പ്രവർത്തിക്കുന്നത്. കരോക്കെയിൽ 2 ദിവസം എടുത്ത 140 ഗാനങ്ങൾ ആലപിക്കപ്പെട്ടതാണ് നിലവിലുള്ള റെക്കോർഡ്. ഇത് മറികടന്ന് 10 മണിക്കൂറിനുള്ളിൽ 102 ഗാനങ്ങൾ ആലപിച്ച് ബഹുമതി നേടുകയാണ് മദൻ ഗോകുൽ എന്ന യുവ കലാകാരന്റെ ലക്ഷ്യം. തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ് തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ് നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ. വിനോദത്തിനൊപ്പം വേനൽ അവധിക്കാലം വായന അനുഭവമാക്കാൻ സഖ്യാംഗങ്ങൾ. സഖ്യം തൃശൂർ യൂണിയനാണ് കുട്ടികൾക്ക് പുസ്തകങ്ങൾ സമ്മാനിച്ചത്. അവധിക്കാലത്ത് കുട്ടികൾക്കായി കഥകളും കവിതകളും ബാലസാഹിത്യങ്ങളും അടങ്ങിയ പുസ്തകങ്ങളാണ് സഖ്യം തൃശൂർ യൂണിയൻ വിതരണം ചെയ്തത്. അറിവും വായനാശീലവും വളർത്തുക എന്നതായിരുന്നു സഖ്യം ലക്ഷ്യമിട്ടത്.
സാഹിത്യകാരൻ ഗംഗാധരൻ ചെങ്ങാലൂർ രചിച്ച ബലൂൺ എന്ന സാഹിത്യ പുസ്തകം കുട്ടികൾക്ക് കൈമാറി വിതരണത്തിന് തുടക്കം കുറിച്ചു. സഖ്യം തൃശൂർ യൂണിയൻ സഹകാരി ഫോറം കൺവീനർ KB പ്രമോദ് അധ്യക്ഷനായി. ചെയർപേഴ്സൺ CNN ഗേൾസ് ഹൈസ്കൂൾ അക്ഷരി സഖ്യം സഹകാരി KN മായാദേവി, ധ്യാൻ വിവേക്, MM മിഥുൻ, VS ശിവ, അമൽ കൃഷ്ണ, PS രാജേഷ് എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ ഇഷാര ഗോൾഡിൽ അക്ഷയ തൃതീയ ആഘോഷത്തിന് തുടക്കമായി. അക്ഷയ തൃതീയ ദിനങ്ങളിൽ തൃപ്രയാർ കൊടകര ബ്രാഞ്ചുകളിൽ വമ്പൻ ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത്. അക്ഷയ തൃതീയ ദിനങ്ങളായ ഈ മാസം 18, 19, 20 എന്നീ തീയതികളിൽ വമ്പൻ ഓഫറുകളാണ് ഇഷാര ഗോൾഡ് ഒരുക്കിയിരിക്കുന്നത്. ഇഷാര ഗോൾഡിന്റെ തൃപ്രയാർ കൊടകര ബ്രാഞ്ചുകളിൽ ഓഫറുകൾ ലഭ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 1000 രൂപയ്ക്ക് സ്വർണം ബുക്ക് ചെയ്തവർക്ക് ഈ ദിവസങ്ങളിൽ സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. കൂടാതെ അക്ഷയ തൃതീയ ദിനങ്ങളായ 18, 19, 20 എന്നീ ദിവസങ്ങളിൽ സ്വർണ്ണക്കുറിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ 25% കിഴിവോടുകൂടി കുറിയിൽ അംഗമാകാം. അടുത്ത അക്ഷയ തൃതീയ ദിനത്തിൽ കേരള ബോംബെ, കേരള ബംഗാളി എന്നീ മോഡൽ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാവുന്നതാണ്. ഇഷാര മാനേജിംഗ് ഡയറക്ടർ സാഗർ പോട്ടേൽ എല്ലാ ഓഫറുകളുടെയും വിശദീകരണം നിർവഹിച്ചു. PRO ഉബൈദു, ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം എന്നിവർ നേതൃത്വം നൽകി. 2026 അക്ഷയ തൃതീയോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ഡയമണ്ട്സ് കസ്റ്റമേഴ്സിനായി പ്രത്യേക ആനുകൂല്യം നൽകിയിരിക്കുന്നു. ഏപ്രിൽ 18, 19, 20 തീയതികളിലായിട്ട് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് തിരഞ്ഞെടുത്ത ആഭരണങ്ങളിൽ പ്രത്യേക ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ 18, 19, 20 തീയതികളിൽ സുഭദ്രം സമ്പാദ്യ പദ്ധതിയിൽ ജോയിൻ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ആദ്യ നിരക്കിൽ 25% ഡിസ്കൗണ്ട് നൽകുന്നതാണ്. എല്ലാവർക്കും എൻ്റെയും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് മാനേജ്മെൻറ്റ് സ്റ്റാഫിൻ്റെയും ഹൃദയം നിറഞ്ഞ അക്ഷയ തൃതീയ ആശംസകൾ. എല്ലാ കസ്റ്റമേഴ്സിനും അക്ഷയ തൃതീയയുടെ ആശംസകൾ നേരുന്നു. എല്ലാവർക്കും അക്ഷയ തൃതീയയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാ കസ്റ്റമേഴ്സിനെയും ഇഷാര ഗോൾഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പഴുവിൽ മാധവ് മാരാർ സ്മാരക സ്കന്ധ പുരസ്കാര സമർപ്പണം നടത്തി. മേളവാദ്യ കലാകാരൻ കിഴക്കുംചേരി ജയൻ പുരസ്കാരം ഏറ്റുവാങ്ങി. 25,001 രൂപയും പ്രശസ്തി പത്രവും ഉപഹാരവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ ഉപഹാരവും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ് ക്യാഷ് അവാർഡും സമ്മാനിച്ചു. രാധാകൃഷ്ണ മാരാർ, ശങ്കരൻകുട്ടി മാരാർ എന്നിവർ പ്രശസ്തി പത്രം സമർപ്പിച്ചു. ദേവസ്വം റവന്യൂ ഇൻസ്പെക്ടർ AV രാമചന്ദ്ര വാര്യർ, അന്തിക്കാട് പത്മനാഭൻ, ഷാജി കുറുപ്പത്ത്, പഴുവിൽ വിപിനകുമാർ, പരമേശ്വരൻ മേനാത്ത്, അന്തിക്കാട് ഉണ്ണി, തലോർ ഉണ്ണി, തൃക്കൂർ ശരത്, കൃഷ്ണപ്രസാദ്, നമ്പീശൻ, സുരേഷ് കരാട്ടുപറമ്പിൽ, EC അനിൽ എന്നിവർ സംസാരിച്ചു. തൃത്തല്ലൂരിൽ അപകടത്തിൽപ്പെട്ട് കിടന്ന കണ്ടെയ്നർ ലോറിയിൽ മറ്റൊരു കണ്ടെയ്നർ ലോറി ഇടിച്ച് അപകടം. കണ്ടെയ്നർ ലോറി ഡ്രൈവറെ പുറത്തെടുത്തത് ക്യാബിൻ വെട്ടിപ്പൊളിച്ചു. തൃത്തല്ലൂർ KTS കമ്പനിക്ക് സമീപം ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് അപകടം. വെള്ളിയാഴ്ച പുലർച്ചെ ഇതേ സ്ഥലത്ത് വെച്ച് കണ്ടെയ്നർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചിരുന്നു. അപകടത്തിൽപ്പെട്ട് ദേശീയപാതയോരത്ത് കിടന്നിരുന്നതാണ് കണ്ടെയ്നർ ലോറി. ശനിയാഴ്ച പുലർച്ചെ ഇതേ ലോറിക്ക് പുറകിൽ നിയന്ത്രണം വിട്ട മറ്റൊരു കണ്ടെയ്നർ ലോറി ഇടിച്ചാണ് വീണ്ടും അപകടമുണ്ടായത്. ലോറിക്ക് പുറകിലിടിച്ച കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിലിടിച്ചാണ് നിന്നത്. അപകടത്തിൽ കണ്ടെയ്നർ ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ ക്യാബിനുള്ളിൽ പരിക്കേറ്റു കുടുങ്ങിയ നിലയിലായിരുന്നു ഡ്രൈവർ പത്തനംതിട്ട അടൂർ സ്വദേശി പാപ്പച്ചൻ. തുടർന്ന് സ്ഥലത്തെത്തിയ നാട്ടിക ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ 1.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. വാടാനപ്പള്ളി പോലീസ്, വാടാനപ്പള്ളി ആക്സ്, ബിലീവർ ആംബുലൻസ്, സഹചാരി ആംബുലൻസ് പ്രവർത്തകർ, നാട്ടുകാർ എന്നിവർ ചേർന്ന് ആണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റ ലോറി ഡ്രൈവറെ ഉടൻ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെമ്മാപ്പള്ളി പുന്നപ്പള്ളി മനയിൽ രാമൻ നമ്പൂതിരിയുടെ സപ്തതി ആഘോഷം ഹൃദ്യമായി. രാമാനന്ദ സപ്തതി എന്ന പേരിലായിരുന്നു സപ്തതി ആഘോഷം. 2 ദിവസം നീണ്ടുനിന്ന സപ്തതി സന്ധ്യ അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ TR ഹാരി മുഖ്യാതിഥിയായി. വാടകം ഷിമ്മി ശിവദാസ്, വന്ദന ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പാരിജാതം ചെമ്മാപ്പള്ളി അവതരിപ്പിച്ച കൈകുട്ടിക്കളി, കുട്ടികളുടെ കലാപരിപാടികൾ, കലയാമി കഥകളി അക്കാദമി കരിക്കാട് മഞ്ചേരിയുടെ കഥകളി എന്നിവ അരങ്ങേറി. ആഘോഷത്തിന്റെ ഭാഗമായുള്ള രാമാനന്ദ സപ്തതി സമാദരണം KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ MB സജീവ് അധ്യക്ഷനായി. കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി അനുഗ്രഹ സന്ദേശം നൽകി. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, PI ഷൌക്കത്ത് അലി, ഹരീഷ്, ആൻഡ്രോ തൊറയൻ, PK ശ്രീജി, രതീഷ് തൈവളപ്പിൽ, VK പ്രദീപ്, PU രാമദാസ്, പ്രമോദ് കണിമംഗലത്ത് എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലയിലെ പ്രമുഖർ രാമൻ നമ്പൂതിരിക്ക് സപ്തതി ആശംസകൾ നേർന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,280 രൂപ, പവന് 1,14,240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേനം ആലുക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മേടഭരണി ആഘോഷം ഭക്തി നിർഭരം. നിരവധി ഭക്തരാണ് മേടഭരണി ആഘോഷത്തിൽ പങ്കെടുത്തത്. പള്ളിപ്പുറം പൈങ്കൽ ഭഗവതി ക്ഷേത്രത്തിൽ തട്ടകത്തമ്മ പൈങ്കൽ ഭഗവതിയുടെ പിറന്നാൾ സുദിനമായ ഭരണി മഹോത്സവം ഭക്തിസാന്ദ്രം. ഭക്തരുടെ വലിയ തിരക്കാണ് ഭരണി മഹോത്സവത്തിൽ അനുഭവപ്പെട്ടത്. സംഗീത തരംഗം 2026 ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടാൻ ഒരുങ്ങി യുവകലാകാരൻ മദൻ ഗോകുൽ. 10 മണിക്കൂറിനകം കരോക്കെയിൽ 102 ഗാനാലാപനം എന്ന ഉദ്യമത്തിന് ഞായറാഴ്ച തൃശൂർ വേദിയാകും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.